ആദ്യം 2019 ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അവസാനം എന്നോട് വന്ന് ചോദിച്ചു, ജനാധിപത്യം കിട്ടുമോ എന്ന് ചോദിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ജനാധിപത്യം എന്താണെന്ന് ഞാൻ അവരോട് തന്നെ പിന്നെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ കയ്യെ മഷിയിടുമ്പോൾ അത് തുടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് അത്. ഞാൻ അവരോട് തന്നെ ചോദിച്ചു എവിടെ കിട്ടും. അപ്പോൾ ഇന്ന സ്ഥലത്ത് കിട്ടും. അവർ എന്നെക്കൊണ്ടത് വാങ്ങിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കള്ളയോട്ട് ചെയ്യാൻ പറ്റത്തില്ല, കള്ളയോട്ട് അങ്ങനെ ചേർത്തിട്ടില്ല. എങ്കിലും ഇത് വേണമെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് മേടിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ ശാസ്ത്രീയമാണ് ജനാധിപത്യം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ 5 തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ മത്സരിച്ചതാണ്. ആ 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിൻ്റെ ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കതേക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പോൾ BJP ആണ് ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു CPM ചെയ്യുന്നതിൻ്റെ ഒരു വലിയ പതിപ്പാണ്, ഒരു ഓൾ ഇന്ത്യ പതിപ്പാണ് BJP എന്നാണോ അങ്ങ് പറയുന്നത്? CPM ചെയ്തതിൻ്റെ ഒരു വലിയ പതിപ്പായിട്ട്, ഓൾ ഇന്ത്യ പതിപ്പായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ചെയ്യുകയല്ലേ. ഇപ്പോൾ ഇവിടെ ബീഹാറിൽ ഇത് ചെയ്തു, മഹാരാഷ്ട്രയിൽ ചെയ്തു, അതുപോലെ കർണാടകത്തിൽ ചെയ്തു. ഇതൊക്കെ കണ്ടെത്തുവാനും ഇത് കുലങ്കഷമായി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനും തയ്യാറാകേണ്ട അവസരമായി മാറിയിരിക്കുക. ഇപ്പോൾ നമ്മളൊരു നമ്മുടെ പ്രതിഷേധം അറിയിക്കുന്നു. ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ ഞങ്ങൾ എല്ലാ ദിവസങ്ങളും പ്രതിഷേധം അവിടെ അറിയിക്കുകയാണ്. ഇത് ചർച്ച ചെയ്യണമെന്ന് പറയുന്നു. ആ ചർച്ച ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊക്കെ നിഷേധിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് നിഷേധിക്കുകയാണ്. അത് ചർച്ച ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ ഓരോന്നും പുറത്തു വരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ചർച്ചയില്ലാതെ തന്നെ കാര്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി BJPയുടെ ഗവൺമെൻറ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. BJP ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ആളുകളെ കടത്തിക്കൊണ്ടുവരണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഇപ്പം തൃശ്ശൂരിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ 2 പേരും പറയുന്നു, CPIയുടെ സ്ഥാനാർത്ഥിയും പറയുന്നു, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും പറയുന്നു ഇവിടെ കള്ളവോട്ടുകളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ ഈ പണികൾ അവർ ചെയ്തിട്ടില്ല. ഈ പണികൾ ചെയ്തിരുന്നു എങ്കിൽ വോട്ട് ചേർത്തത് വളരെ കൂടുതൽ വോട്ട് ചേർത്തത് മഹാരാഷ്ട്രയിൽ വോട്ട് ചേർത്തത് ദുരൂഹമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും പറയുന്നത് ദുരൂഹമായി കുറേ വോട്ട് ചേർത്തിരുന്നു എന്നാണ് തൃശ്ശൂർ. അല്ല, ഞാൻ തൃശ്ശൂരിൽ നടന്ന സംഭവം ഒരു ഉദാഹരണം മാത്രം പറഞ്ഞാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലം എന്ന് പറയുന്നത് എത്രയോ വർഷക്കാലമായി CPM മാത്രം ജയിച്ചു വരുന്ന ഒരു നിയോജകമണ്ഡലമാണ്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒരേ ആളിന് തന്നെ 2-3 ഇടത്ത് വോട്ടുകളുണ്ട്. അപ്പോൾ അവർ ആ വോട്ടുകൾ ഇപ്പം ആദ്യം 2019 ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അവസാനം എന്നോട് വന്ന് ചോദിച്ചു, ജനാധിപത്യം കിട്ടുമോ എന്ന് ചോദിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് ജനാധിപത്യം എന്താണെന്ന് ഞാൻ അവരോട് തന്നെ പിന്നെ ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ കയ്യെ മഷിയിടുമ്പോൾ അത് തുടയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാധനമാണ് അത്. ഞാൻ അവരോട് തന്നെ ചോദിച്ചു എവിടെ കിട്ടും. അപ്പോൾ ഇന്ന സ്ഥലത്ത് കിട്ടും. അവർ എന്നെക്കൊണ്ടത് വാങ്ങിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് കള്ളയോട്ട് ചെയ്യാൻ പറ്റത്തില്ല, കള്ളയോട്ട് അങ്ങനെ ചേർത്തിട്ടില്ല. എങ്കിലും ഇത് വേണമെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച് മേടിപ്പിച്ചു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ വളരെ ശാസ്ത്രീയമാണ് ജനാധിപത്യം. എനിക്ക് മനസ്സിലായില്ല. ഞാൻ 5 തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ മത്സരിച്ചതാണ്. ആ 5 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും ഇത്തരത്തിലുള്ള ജനാധിപത്യത്തിൻ്റെ ആവശ്യമായിട്ട് എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കതേക്കുറിച്ച് അറിയില്ലായിരുന്നു. എങ്കിലും ആറ്റിങ്ങൽ വന്നപ്പോഴാണ് ഇങ്ങനൊരു പുതിയ പേര് എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ പറഞ്ഞത് ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി വളരെ ബോധപൂർവമായി ഇന്ന് കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ UDFൻ്റെ ചർച്ചകളിൽ മറ്റും, അതുപോലെ ഞാൻ ഇവിടെ വന്ന AICCയിൽ നടന്ന ചർച്ചയിലും മറ്റും ഞാൻ ഈ കാര്യങ്ങൾ AICCയുടെ ശ്രദ്ധയിൽ അന്ന് പെടുത്തിയുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു, ഖാർഗേജി ഉണ്ടായിരുന്നു, KC വേണുഗോപാൽ ഉണ്ടായിരുന്നു. അവരുടെ കളവോട്ടിൻ്റെ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് എന്ന് പറയുകയുണ്ടായി. ഏതായാലും അത്തരം കാര്യങ്ങൾ ഇന്നിപ്പോൾ അത് തെളിവായി സത്യസന്ധമായി കാര്യങ്ങൾ അന്വേഷണം നടത്തി കാര്യങ്ങൾ പുറത്തു വന്നല്ലോ. അപ്പോൾ അതിനെതിരെ ഒരു പ്രക്ഷോഭണം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും ആ പ്രക്ഷോഭണത്തിൻ്റെ റിസൾട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
ഇവിടെ കള്ളവോട്ടിലൂടെ വിജയിക്കാൻ കഴിയും എന്ന് ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടി. രണ്ടാമത് ഇപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് BJPയും ഇവിടെ ഇന്ത്യ രാജ്യത്ത് മൊത്തമായി അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ശാശ്വതമായ ഒരു പരിഹാരം ജനാധിപത്യ വ്യവസ്ഥയിലുണ്ടായെങ്കിൽ മാത്രമേ ഇത് പരിഹരിച്ചു പോകാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് കൂട്ടുനിൽക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ്. കാരണം അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ CCTV ആണ് അങ്ങേ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ 45 ദിവസം മാത്രം സൂക്ഷിച്ചാൽ മതി എന്നുള്ളൊരു നയ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കൊരു കുറേ കൂടി സഹായമാണ്. പിന്നെ തെളിവില്ലാതാകുകയാണ്. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് കേസും മറ്റും പോകുന്നുണ്ടേ അതിൻ്റെ അറിയാമല്ലോ. തെരഞ്ഞെടുപ്പ് കേസ് എന്ന് പറയുമ്പോൾ ഒരാൾ തെരഞ്ഞെടുപ്പ് കേസ് ഫയൽ ചെയ്താൽ അതിൻ്റെ റിസൾട്ട് വരുന്ന ഒരു 2, 3, 4 വർഷം കഴിഞ്ഞതിന് ശേഷമായിരിക്കും. അപ്പോഴത്തെ ഇത് ഈ പിന്നെ CCTV അല്ലെങ്കിൽ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന എല്ലാം പോയില്ലേ, അത് സൂക്ഷിക്കണ്ട, അങ്ങനെ അങ്ങ് പോവും. അപ്പോൾ ആ തരത്തിലുള്ള ചില മാർഗങ്ങൾ ഇവർ കണ്ടെത്തിയിരിക്കുകയാണ്. ആ മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഇന്ന് ഇന്ത്യ രാജ്യത്ത് പലയിടത്തും ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ കടന്നു വരാൻ വേണ്ടി നടത്തുന്ന കുൽസിത ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ തൃശ്ശൂരിൽ ഈ തരത്തിലുള്ള ഒരു വ്യാപകമായ വോട്ടിംഗ് തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്താണ് എന്നറിയാൻ വേണ്ടി ഒരു പരിശോധന തൃശ്ശൂരിൽ UDF നടത്തുമോ? അല്ല, ഞങ്ങളത് ആലോചിക്കും. UDFിൻ്റെ യോഗത്തിൽ ഞാനിത് കൊണ്ടുവന്ന് അത് കുറേ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടി പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അതല്ലാതെ അന്ന് ഞാനത് നടത്തി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എനിക്ക് ഒരുപാട് പണച്ചെലവുണ്ടായതാണ്. ആ പണച്ചെലവ് ഉണ്ടായി എങ്കിലും അത് പാർട്ടി പ്രവർത്തകർ എന്നോട് കാണിച്ച ഒരു ആത്മാർത്ഥത വെച്ചുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇപ്പോൾ കേരളത്തിലുടനീളം ഇങ്ങനെ ഒരു തകരാറുണ്ട് എന്ന് ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരും. ശ്രദ്ധയിൽ കൊണ്ടുവന്ന് തീരുമാനമെടുക്കേണ്ട ഫോറത്തിൽ ആ തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളിലേക്ക് കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും. അല്ല, തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലുടനീളം വേണം. തൃശ്ശൂരിലെ ശ്രദ്ധയുണ്ടോ എന്ന് ചോദിക്കുന്നത് തൃശ്ശൂരിൽ എങ്ങനെയാണ് BJP സ്ഥാനാർത്ഥി വിജയിച്ചത് എന്നതിനെക്കുറിച്ചാണ് തൃശ്ശൂരിലെ ചോദിക്കുക. പക്ഷേ തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലുടനീളമുള്ള നിയോജകമണ്ഡലത്തിൽ ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ വോട്ടിംഗ് തിരിമറി അതൊരു ക്ഷമിക്കാവുന്ന ഒരു കുറ്റമല്ല. അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കും. അതിനു വേണ്ടിയുള്ള ഒരു മീറ്റിങ്ങിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അടൂർ പ്രകാശ് നമ്മളുമായി പങ്കുവച്ചിരിക്കുന്നത്. അതുൽ ചന്ദ്രനൊപ്പം D. ധനസുമോദ്, Media One, ഡൽഹി.